ഹലോ ഫ്രണ്ട്സ്, വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഇന്ന് ശരിക്കും ഞാൻ വന്നത് ഇന്ന് ചുമ്മാ ഇരിക്കുക വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ പല കൺസൾട്ടിങ് അസൈൻമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2800 കൂടുതൽ കമ്പനികളായിട്ടും ഓൺടർപ്രണേഴ്സുമായിട്ടും കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കേരളത്തിൽ തന്നെയാണ്, ഗൾഫ് നാടുകളിലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, സ്ഥിരമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മലബാർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഒരു ഓൺട്രപ്രണറിയൽ എക്യുപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അതേസമയം സൗത്തിലേക്ക് വരുന്തോറും അത് വളരെ കുറവാണ്. ഞങ്ങളുടെ ക്ലയന്റ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 75% മലബാറിലുള്ള ബിസിനസ്സുകാരാണ് നമ്മുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. കാരണം അവർക്കാണ് ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നും പഠിക്കണമെന്നും ഒക്കെ കൂടുതൽ ആഗ്രഹമുള്ള ആളുകൾ. അപ്പോൾ എന്താണ് അങ്ങനെ വരാൻ കാരണമെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സൗത്തിലേക്ക് പോകുന്നതോറും ആക്ച്വലി അവർക്ക് ബിസിനസ് വലുതാവുന്നതിൽ അതുപോലെ പഠിക്കുന്നതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ വാല്യൂ കൊടുക്കുന്നതായി കണ്ടിട്ടില്ല. ആരെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു രീതി, സാധാരണ ഒരു പാറ്റേൺ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാറ്റേൺ വരാൻ കാരണം എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മലബാറിൽ സൈഡിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറച്ചുകൂടി ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് കണ്ടിട്ടുണ്ട്. അതിനും കാരണം എന്തായിരിക്കാം എന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് പണ്ടത്തെ ട്രേഡ് റിലേഷൻസിനെ കുറിച്ച്, കോഴിക്കോടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ട്രേഡ് റിലേഷൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. അന്നു മുതലേ സത്യം പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ രക്തത്തിൽ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് എന്നുള്ളതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാരണം. അപ്പോൾ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് ട്രേഡ് ഉണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാരണമാണ്. അതേസമയം സൗത്തിലേക്ക് പോകുന്തോറും പല ആളുകളും ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഫോളോ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിൽ അറിയാതെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാരണം, ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക്, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലേക്ക് പോയിട്ടുള്ളത് മലബാർ സൈഡിൽ നിന്ന് തന്നെയാണ്. ഗൾഫ് നാടുകളിലേക്ക് പ്രത്യേകിച്ചും അങ്ങനെ പോയിട്ട് വന്നിട്ടുള്ള പൈസ മുഴുവൻ കുമിഞ്ഞുകൂടിയതും മലബാർ നാടുകളിലാണ്. അങ്ങനെ വന്നവർ ഇവിടെ വീണ്ടും ബിസിനസ്സുകൾ ആരംഭിച്ചു. അത് അവരുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും കസിൻസിലേക്കും ഒക്കെ കൊടുക്കുകയും അവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, അവർ കൂടെയുള്ള ആളുകളെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ, കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫ്രണ്ട്സ്, എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ആളുകളെയും, ഒപ്പം നിൽക്കുന്ന എല്ലാ ആളുകളെയും അടുത്ത ലെവലിലേക്ക് പിടിച്ചുയർത്താനുള്ള ഒരു വലിയ മനസ്സ് കാണിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അടുത്ത ലെവലിലേക്ക് തൊട്ടുള്ള ആളുകളെയൊക്കെ പിടിച്ചുയർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാൽ എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളൊരു ഫീലുണ്ട്. അതേസമയം പലപ്പോഴും അത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും വളരെ കുറവാണ്. ഞാൻ മാത്രം രക്ഷപ്പെടുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. മേ ബി അത് ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിലീജിയൻ അവർ പഠിപ്പിച്ചു കൊണ്ടുവന്ന രീതിയുടെയൊക്കെ പ്രത്യേകതകളായിരിക്കാം, ഐ എം നോട്ട് ഷുവർ. പക്ഷേ എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇങ്ങനൊരു ഫീൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ ആ ഒരു കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനും ഒപ്പം തന്നെ അവരെ കൂടുതൽ എക്സ്പോഷർ കൊടുക്കാനും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. പിന്നെ റിസ്ക് എടുക്കാൻ, ഓൺട്രപ്രണർഷിപ്പിൽ നമുക്ക് അറിയാമല്ലോ, ഓൺട്രപ്രണർഷിപ്പിൽ ഏറ്റവും വലിയ കാര്യം റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ മലബാറികളെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നേരിടാം എന്നുള്ളൊരു ചങ്കൂറ്റത്തോടു കൂടിയാണ്. അത്രയും സേഫ്റ്റി നെറ്റ് കണ്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. മിക്കവാറും ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, അവർ ഭയങ്കര സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. ഓട്ടോമാറ്റിക്കലി ഓൺട്രപ്രണർഷിപ്പ് അവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. കാരണം ഏത് സമയവും എന്തും സംഭവിക്കാം ഓൺട്രപ്രണർഷിപ്പിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റിനുള്ള കപ്പാസിറ്റി ബേസിക്കലി ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു ജാതി തിരിച്ച് കമ്മ്യൂണിറ്റി തിരിച്ച് പറയാമെന്ന് വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വൽ ഫാക്റ്റാണ്. അതിന് കാരണം നമ്മളിപ്പോൾ അത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, നമ്മൾ ജീവിച്ചു വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ അതേ ട്രൈറ്റ്സ് ഒക്കെയാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ട്രൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ചില ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിന്റെ പ്രത്യേകതകളുണ്ട്. ചില ഭാഗങ്ങളിലുള്ള ആളുകൾ വളരെ സ്ട്രോങ് ആണ്. അതേസമയം സൗത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മലബാറിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ അത്ര വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള വിഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെയുള്ള ബിസിനസ്സുകാരുണ്ട്. അവർ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർ ട്രേഡേഴ്സാണ്, മോർ ഓഫ് ട്രേഡേഴ്സാണ്. മറ്റുള്ളവരെ വേണമെങ്കിൽ നമുക്ക് ഓൺട്രപ്രണേഴ്സ് എന്ന് വിളിക്കാം. കുറച്ചുകൂടി വലിയ ലാർജർ വിഷനുള്ള ആളുകളാണ്. ചുറ്റുമുള്ള ആളുകളെയും കമ്മ്യൂണിറ്റിയും ഒക്കെ വലുതാക്കണം, സൊസൈറ്റിയൊക്കെ വലുതാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് കൂടുതലും മലബാറിലുള്ളത്. അപ്പം ശരിക്കും നമ്മൾ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നല്ല ട്രൈറ്റുകൾ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം നല്ല ട്രൈറ്റുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമുക്ക് മാത്രം നല്ലത് വേണം എന്ന് ആഗ്രഹിക്കാതെ ചുറ്റുമുള്ള ആളുകൾക്കും സൊസൈറ്റിക്കും കൂടെ നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുക. ചെറിയ അത്യാവശ്യം റിസ്ക് ഒക്കെ എടുക്കാൻ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, അത്യാവശ്യം റിസ്ക് ഒക്കെ എടുത്താലേ നമുക്ക് പല കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി എ ബെറ്റർ ബിസിനസ് മാൻ. പലപ്പോഴും നമുക്ക് നല്ല ബിസിനസ്സുകാരെ കേരളത്തിൽ നിന്ന് തന്നെ കിട്ടാതിരിക്കാൻ കാരണം, ഇപ്പം ഗുജറാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർവാഡീസ് എന്നൊക്കെ പറയുമ്പോൾ അവർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ട്രേറ്റ്സ് ഉള്ള ആൾക്കാരാണ്.
അപ്പോൾ അവർക്ക് നല്ല ബിസിനസ്സുകാരാവാനുള്ള കാരണം ഈ പറയുന്ന പ്രധാനപ്പെട്ട ചില ട്രൈറ്റുകളാണ്. മാത്രമല്ല പുതിയ ഫാഷൻ ആയിക്കോട്ടെ, പുതിയ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, പുതിയ ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നതും ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രൈറ്റുകൾ നോക്കി വെച്ചോളൂ. ഓൺട്രപ്രണർ ആവാൻ നമ്മളുടെ ജാതിയോ മതമോ ലൊക്കേഷനോ സത്യം പറഞ്ഞ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ ട്രൈറ്റ്സ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ഓൾ ദ ബെസ്റ്റ്.